ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ലാത്തൊരു ദിവസം കേട്ടോ. കാരണം എന്താ വെച്ചാൽ പീരീഡ്സിൻ്റേതായിട്ടുള്ള വയറുവേദന കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാനിങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്നൊരു സമയം, ഒരു ദിവസം. അപ്പം പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ സിറ്റൗട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഭർത്തു ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ ഹോളിൽ അവിടെ ഫാനിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല മഴയ്ക്കുള്ള കോളുണ്ട്, പെയ്യോ പെയ്യാതിരിക്കുകയോ ഒന്നും അറിയില്ല. പെയ്യുമായിരിക്കും വിചാരിക്കണു. പക്ഷേ നമ്മളിങ്ങനെ ഇന്ന് എന്തെങ്കിലുമൊക്കെ തുടങ്ങണമല്ലോ, എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ ഇന്നിങ്ങനെ രാവിലെ മുതൽ ഒരു അന്തം വിട്ട പോലെയാണ് ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നല്ല വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു മടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നത്. രാവിലെ പഴം പുഴുകിയതൊക്കെ കഴിച്ചിങ്ങനെ ഇരുത്താട്ടോ. അപ്പോൾ ഇനി ബാക്കി എന്ത് ചെയ്യണം, ഇവിടുന്ന് തുടങ്ങണം എന്നൊന്നും അറിയില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തുടങ്ങാൻ വിചാരിച്ചു. രാവിലെ ഇങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെയാണ് പോട്ടെ എന്ന് വിചാരിച്ചു. ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ വിട്ടതിന് ശേഷം എന്തെങ്കിലുമൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. വലിയ എന്തെങ്കിലും പണികളൊന്നുമില്ല, ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ബിരിയാണി ഓൺ ദ സ്റ്റേജ്. പാക്കറ്റ് പൊളിക്കുക, നിങ്ങളുടെ അണ്ണാക്കിലേക്ക് വെക്കുക. പിന്നു പെട്ടെന്നാവട്ടെ. കൊള്ളാവോ? വെറുതെ പറയോ? അല്ലേ, ഇന്നൊരു ബിരിയാണിയാണ് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി അങ്ങോട്ട് മേടിക്കുക എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആവശ്യം ഇതെങ്ങനെ കഴിക്കുകയാണ്. അമ്മയ്ക്ക് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അമ്മയ്ക്കുള്ളതും ആയിട്ടുണ്ട്. അപ്പം ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മളിന്ന് രാവിലെ മുതലൊന്നും ചെയ്തിട്ടില്ല, അത്ര വയ്യ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങാത്തത്. ഫസ്റ്റ് ഡേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് കാരണം കൊണ്ട് കേട്ടോ. രാവിലെ മുതൽ ഒരു അന്തം വിടലായ കാരണം നമ്മൾ പഴം പുഴുങ്ങിയതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഇന്നൊന്നും ഉണ്ടാക്കില്ല എന്ന് മാഷിൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ. കാരണം എനിക്ക് അത്രയ്ക്ക് വയ്യ. അങ്ങനെ നടുവേദനയും വയറുവേദനയും എല്ലാം കൊണ്ടും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ മാഷ് പറഞ്ഞു എന്നാൽ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ഞാൻ വേറെ എന്തെങ്കിലും വാങ്ങിക്കാറുണ്ട്. അപ്പം മാഷിന് ബിരിയാണി മേടിക്കാമെന്ന് മാഷ് പറഞ്ഞതുകൊണ്ട് എന്നാൽ മാഷ് ബിരിയാണി മേടിച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ സിറ്റൗട്ടിലിരുന്നിട്ട് മാങ്ങ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെനച്ച മാങ്ങയാണ്, 2-3 പഴുത്തിട്ടുണ്ടായിരുന്നു. പഴുത്താൽ കൊള്ളൂല എന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ മാങ്ങയുടെ ആ ഒരു തൊലിക്ക് മാത്രം കട്ടിപ്പോളൂ, ബാക്കിയൊന്നും കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ മുളക് പൊടിയും ഉപ്പും പച്ച വെളിച്ചെണ്ണയൊക്കെ കൂടെ ഒഴിച്ചിട്ട് അതിങ്ങനെ സെറ്റാക്കിയിട്ട് കുറച്ച് അമ്മയ്ക്കും ഞങ്ങൾ രണ്ടാളും കൂടെ സിറ്റൗട്ടിലിരുന്ന് കഴിപ്പൊക്കെ കഴിഞ്ഞ്. പക്ഷേ ഈ സമയമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും തോന്നും, പക്ഷേ ചോറിനോടൊട്ട് താല്പര്യം തോന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്പൈസി ആയിട്ട് കഴിച്ചതാണ് കേട്ടോ. കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്യാസൊക്കെ കയറി. പിന്നെ അവിടെ നിന്ന് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് വേഗം വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. കാരണം രാവിലെ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചതാണ് ആൾ. അപ്പോൾ വൈകുന്നേരം എന്തായാലും അത് ചോറ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ നമ്മളെല്ലാവർക്കും ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആർക്കും രാത്രി ചോറ് വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും ഉള്ളിയും ബീൻസും ഒക്കെ കൂടെ ഇട്ട് വറവിട്ടതിന് ശേഷം മാഷിന് ഇഷ്ടം ഈ കട്ട പിടിച്ചിട്ടുള്ള ഉപ്പുമാവാണ് ഇഷ്ടം. പക്ഷേ എനിക്കിഷ്ടം ഈ തരിയോട് കൂടിയിട്ടിരിക്കുന്ന ഉപ്പുമാവായതുകൊണ്ട് ഞാൻ കുറച്ച് റവയൊക്കെ എടുത്ത് വറുത്ത് റെഡിയാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ട്. അപ്പം കുറച്ച് നാളികേരമൊക്കെ ചിരവി വെച്ച് നല്ല രീതിയിൽ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം അമ്മ എനിക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡിയാക്കി അതിനകത്തോട്ട് നാളികേരം ചിരവിയതൊക്കെ ഇട്ടിട്ട് അതിനെ ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് അതവിടെ ഇരുന്ന് റെഡി ആവാനുള്ള ടൈം മാത്രമേ വേണ്ടുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു. പ്രത്യേകമായിട്ട് കാര്യപരിപാടികളൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഇത് കഴിക്കുക, കുറച്ച് നേരം ഇരുന്ന് നടന്ന് അങ്ങോട്ട് കിടന്നുറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വിശപ്പ് എന്ന് പറയുന്ന സാധനം വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള വിശപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ചോറിനണമെന്നുള്ള വിശപ്പും ഇല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാന്ന് വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു വാഷ് ബേസിൽ, അതൊക്കെ എടുത്ത് കഴുകി റെഡിയാക്കി. പിന്നെ വാഷ് ബേസിനൊക്കെ കഴുകി നമ്മൾ. പിന്നെ അമ്മേൻ്റെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അമ്മാഷിൻ്റെ സിറ്റ് ഔട്ടിൽ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി അവരെ വിളിക്കാൻ വേണ്ടി വന്നതാട്ടോ. രാത്രിയായില്ല, ഇനി പെട്ടെന്ന് ഒരു കറണ്ട് പോക്കുണ്ട്. അപ്പം എന്നാൽ അത്രേ ഉള്ളൂ.